ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഈ പായസത്തിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകിയെടുത്ത് കൊണ്ടുവരാം. കഴുകിയെടുക്കാം. ഇതൊരു അരമണിക്കൂർ കുതിർക്കുവാൻ വേണ്ടി മാറ്റി വെക്കാം. അത് അവിടെ നിന്ന് കുതിർന്ന് വരട്ടെ. കുതിർത്തതിന് ശേഷം അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചെടുക്കാനുള്ളതാണ്. അതിലേക്കൊരു 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് സ്റ്റൗവിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. നമുക്കത് വെന്തതിന് ശേഷം നോക്കാം. ഇത് സ്റ്റൗ മീതെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. അതിൽ ഒരു 3 അച്ച് ശർക്കര ഉണ്ടെങ്കിൽ അത് ഉരുക്കി ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഈ ശർക്കരപ്പൊടി ഉരുകുവാനുള്ള ഒരു 1/2 കപ്പ് രണ്ടാം പാലാണ്, തേങ്ങയുടെ രണ്ടാം പാലാണ്. കുറച്ച് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. അതിനുശേഷം മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലാണ്, 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊഴിച്ച് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നീട് അധികം വേവിക്കുകയൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് വെന്ത് വന്നാൽ മതി. നല്ല ടേസ്റ്റിയായ നുറുക്ക് ഗോതമ്പ് പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്, ഷുഗറും കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വാട്ടിയെടുക്കാനായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വീർത്ത് വരട്ടെ. നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.